നമസ്കാരം. ഓ ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം അഷ്ടാശീതിതമ സർഗഃ 88-ാം സർഗം. 88-ാം സർഗത്തിലെ 1 തുടങ്ങി 9 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. ഒന്നാമത്തെ ശ്ലോകം. തച്ഛ്രുത്വാ നിപുണം സർവം ഭരതഃ സഹമന്ത്രിഭിഃ ഇംഗുദീമൂലമാഗമ്യ രാമാശയ്യാമവൈക്ഷത. അബ്രവീജ്ജനനീ സർവാ ഇഹ തസ്യ മഹാത്മനഃ ശർവരീശൈതാ ഭൂമാ വിദമസ്യ വിമർദിതം. മഹാരാജകുലീനേന മഹാഭാഗേന ധീമതാ ജാതോ ദശരഥേനോർവ്യാം ന രാമഃ സ്വപ്തുമർഹതി. അജിനോത്തരസംസ്തീർണേ വരാസ്തരണസംശയേ ശയിത്വാ പുരുഷവ്യാഘ്ര കഥം ശേതേ മഹീതലേ. പ്രാസാദാഗ്രവിമാനേഷു വളഭീഷു ച സർവദാ ഹൈമരാജാദഭൗമേഷു വരാസ്തരണശാലിഷു. പുഷ്പസഞ്ജയചിത്രേഷു ചന്ദനാഗരുഗന്ധിഷു പാണ്ഡുരാഭ്രപ്രകാശേഷു ശുകസംഘരുതേഷു ച. പ്രാസാദവരവര്യേഷു ശീതവൽസു സുഗന്ധിഷു ഉഷിത്വാ മേരുകൽപ്പേഷു കൃതകാഞ്ചനഭിത്തിഷു. ഗീതവാദിത്രനിർഘോഷൈർവരാഭരണനിസ്വനൈഹൈ മൃദംഗവരശബ്ദൈച്ഛാ സതതം പ്രതിബോധിതഃ. വന്ദിഭിർവന്ദിത കാലേ ബഹുഭിः സൂതമാഗധൈഹൈ ഗാഥാഭിരനുരൂപാഭിः സ്തുതിഭിശ്ച പരം തപഃ. 88-ാം സർഗത്തിലെ 1 തുടങ്ങി 9 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ഇനി ഓരോ ശ്ലോകത്തിൻ്റെയും ഏകദേശമായ അർത്ഥം ഒന്ന് നോക്കാം. ഇപ്പം ഗുഹൻ പറഞ്ഞതെല്ലാം കേട്ട് ഭരതൻ അത്യധികം സങ്കടപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഭരതൻ ഇനിയിപ്പം രാമൻ കിടന്ന സ്ഥലവും കിടന്ന കിടക്കയും ഒക്കെ അമ്മമാരെ കാണിച്ചു കൊടുക്കുകയും അത് കണ്ട് വളരെയധികം ദുഃഖിക്കുകയുമാണ്. ഇങ്ങനെ കിടക്കേണ്ടി വന്നല്ലോ രാമന്. സപ്രപഞ്ചക്കട്ടിലിൽ സകലവിധ സുഖ സൗകര്യങ്ങളോടും കിടന്ന രാമനാണിപ്പോൾ ഈ വെറും നിലത്ത് പുല്ലിൽ കിടക്കുന്നത്. 88-ാം സർഗത്തിലെ 1-2 ശ്ലോകം ചൊല്ലി അർത്ഥം പറയാം. തച്ഛ്രുത്വാ നിപുണം സർവം ഭരതഃ സഹമന്ത്രിഭിഃ ഇംഗുദീമൂലമാഗമ്യ രാമാശയ്യാമവൈക്ഷത. അബ്രവീജ്ജനനീ സർവാ ഇഹ തസ്യ മഹാത്മനഃ ശർവരീശൈതാ ഭൂമാ വിദമസ്യ വിമർദിതം.
1-2 ശ്ലോകങ്ങളുടെ അർത്ഥം. ഗുഹൻ പറഞ്ഞതെല്ലാം കേട്ട് ഭരതൻ മന്ത്രിമാരോടുകൂടി ഇങ്കുതീമരച്ചൂട്ടിലെത്തി രാമൻ കിടന്ന ശയ്യ ശ്രദ്ധയോടെ നോക്കിക്കണ്ടു. എല്ലാ മാതാക്കന്മാരോടുമായി ഇപ്രകാരം പറഞ്ഞു: ഈ നിലത്താണ് ആ മഹാത്മാവ് കിടന്നത്. ഇതാ കിടന്നതിൻ്റെ പാട് കാണാം. ശ്ലോകം 3. മഹാരാജകുലീനേന മഹാഭാഗേന ധീമതാ ജാതോ ദശരഥേനോർവ്യാം ന രാമസ്വപ്തുമർഹതി. ശ്ലോകം 3-ന്റെ അർത്ഥം: മഹാഭാഗനും ദശരഥൻ്റെ പുത്രനായി മഹാരാജാക്കന്മാരുടെ കുലത്തിൽ പിറന്ന ആ രാമൻ ഇപ്രകാരം കിടന്നുറങ്ങേണ്ടവനല്ല. 4-5 ശ്ലോകങ്ങൾ. അജിനോത്തര സംസ്തീർണേ വരാസ്തരണ സംശയേ ശയിത്വാ പുരുഷവ്യാഘ്ര കഥം ശേതേ മഹീതലേ. പ്രാസാദാഗ്രവിമാനേഷു വളഭീഷു ച സർവദാ ഹൈമരാജതഭൗമേഷു വരാസ്തരണശാലിഷു. 4-5 ശ്ലോകങ്ങളുടെ അർത്ഥം. നല്ല മാൻതോൽ വിരിച്ച ശ്രേഷ്ഠമായ മേൽവിരിയോടുകൂടിയ കിടക്കയിൽ കിടന്നു പോന്നവനാണല്ലോ രാമൻ. 6, 7, 8, 9 ശ്ലോകങ്ങൾ ചൊല്ലാം. 4 ശ്ലോകങ്ങൾ. ശ്ലോകം 6. പുഷ്പസഞ്ചയചിത്രേഷു ചന്ദനാഗിരിഗന്ധിഷു പാണ്ഡുരാഭപ്രകാശേഷു ശുകസംഘരുതേഷു ച പ്രാസാദവരവര്യേഷു ശീതവത്സു സുഗന്ധിഷു ഉഷിത്വാ മേരുകൽപ്പേഷു കൃതകാഞ്ചനഭിത്തിഷു. ഗീതവാദിത്രനിർഘോഷൈർ വരാഭരണനിസ്വനൈഹൈ മൃദംഗവരശബ്ദൈച്ഛ സതതം പ്രതിബോധിതഃ. വന്ദിഭിർവന്ദിതകാലേ ബഹുഭിः സൂതമാഗധൈഹൈ ഗാഥാഭിരനുരൂപാഭിः സ്തുതിഭിശ്ച പരന്തപഃ. 6, 7, 8, 9 ശ്ലോകങ്ങളുടെ അർത്ഥം. ഉയർന്ന ഗോപുരമാളികയിൽ വെൺമാടങ്ങളിലും സ്വർണം, വെള്ളി മുതലായവ കൊണ്ട് അലങ്കൃതമായി ചന്ദനം, അകിൽ മുതലായവയുടെ പരിമളം പരന്നവയായി ധവളമേഘം പോലെ പ്രകാശിക്കുന്നവയായി ആയിരുന്നല്ലോ ആ കൊട്ടാരം. എന്തുമാത്രം സുന്ദരവും ആഡംബര വിഭൂഷിതവുമായിരുന്നു ആ രാമൻ്റെ കൊട്ടാരം. തത്തക്കൂട്ടങ്ങൾ പാടുന്നവയായി, സുഗന്ധം വീശുന്നവയായി, പാട്ടുകൾ മുഴങ്ങുന്നവയായി ലസിക്കുന്ന സ്വർണ്ണ ഭിത്തികളുള്ള മണിമാളികകളിലും വസിച്ചിരുന്നവനായിരുന്നു രാമൻ. ഗീതങ്ങളാലും വാദ്യോപകരണങ്ങളാലും ശ്രേഷ്ഠാഭരണ കിലുക്കങ്ങളാലും മൃദംഗധ്വനികളാലും എന്നും തുയിൽ ഉണർത്തപ്പെട്ടു പോന്നവനും പ്രഭാതത്തിൽ സ്തുതി പാഠകരും സൂതമാഗധാദികളും അനുഗുണമായ പാട്ടുകൾ പാടി സ്തോത്രം ചെയ്ത് ഉണർത്തിപ്പോന്നവനുമായ ആ ശത്രുഞ്ജയനായ നരശ്രേഷ്ഠൻ വെറും നിലത്ത് കിടന്നുറങ്ങിയതെങ്ങനെയാണ്? ഭരതൻ വളരെ ദുഃഖത്തോടെ ചിന്തിക്കുകയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.